Hi friends, once again welcome back to EduTutor. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG 10 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനായ ത്വരിതത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത്. ക്യാൻ ത്വരിതത്ത് ബി കൺസിഡേർഡ് ടു ബി ദ ഏർലിയസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് വുമൺ റൈറ്റർ? ത്വരിതത്തിനെ ഏർലിയസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് വുമൺ റൈറ്ററായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുമോ എന്നാണ് ചോദ്യം. Thoridath, a pioneering Indian writer. Thoridath, 1856 to 1877, was a remarkable Indian writer who is widely considered the earliest significant Indian woman writer in English. She was a trailblazer in Anglian literature, writing poetry and prose that blended Indian themes with Western forms. Despite her tragically short life, Thoridath left a lasting impact on Indian literature. ത്വരിതത്ത് 1856 1877 ജനനവും മരണവും വരുന്നത്. ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെ നമുക്ക് ത്വരിതത്തിനെ കണക്കാക്കാം. ത്വരിതത്ത് ഡയറക്റ്റ്ലി ഒരു ഇന്ത്യൻ റൈറ്റർ ആയിരുന്നില്ല, മറിച്ച് ഇൻഡോ ആംഗ്ലിയൻ ലിറ്ററേച്ചർ ആയിരുന്നു എഴുതിയിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷും അതേസമയം ഇന്ത്യയെ കുറിച്ചിട്ട് ഇംഗ്ലീഷിൽ എഴുതിയിരുന്നു. ഓക്കെ, ഈ ഇംഗ്ലീഷിലായിരുന്നു കൂടുതലായിട്ടും ത്വരിതത്തെ എഴുതിയിരുന്നത്, ഇന്ത്യയെ കുറിച്ചിട്ടും എഴുതിയിട്ടുണ്ട് എന്നാണ്. പോയട്രി, പ്രോസ് ഇതെല്ലാം തന്നെ ഇന്ത്യൻ തീംസ് വരാൻ തക്ക വിധത്തിൽ പ്രോസുകളും പോയംസുകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ത്വരിതത്തിൻ്റെ ഒരു പ്രത്യേകത, വെസ്റ്റേൺ ഫോമിലാണ് ത്വരിതത്ത് എഴുതിയിട്ടുള്ള എല്ലാ വർക്ക്സുകളും. 1856 to 1877 എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അധിക കാലം ജീവിച്ചിരിക്കാത്ത ഒരു വ്യക്തിയാണ് ത്വരിതത്ത്. യങ് ഏജിൽ തന്നെ അവൾ മരിച്ചു. അപ്പോൾ അതിനിടയിൽ ആ ചെറിയൊരു ഷോർട്ട് ലൈഫിൽ തന്നെ കുറേ അധികം വർക്ക്സുകൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർക്ക് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് നൽകാനായിട്ട് സാധിച്ചിരുന്ന വ്യക്തിത്വമാണ് ത്വരിതത്തിൻ്റേത്. Breaking barriers. Thoridath was arguably the first Indian woman to write creatively in English and French. This was a remarkable feat for her time, and she paved the way for future generations of Indian women writers. Her work brought Indian folklore and mythology to English readers, creating lasting works that explored women's lives and societal issues within Indian contexts. വളരെയധികം ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ത്യൻ വുമൺ റൈറ്ററായിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ വുമൺ റൈറ്ററായിട്ടുള്ള ത്വരിതത്തിന്. അങ്ങനെ നമുക്ക് ആർഗ്യൂ ചെയ്യാൻ സാധിക്കുന്നത് തന്നെ അവൾ എഴുതിയിരിക്കുന്നത് ഫ്രഞ്ചിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലുമാണ്. അതേസമയം ഇന്ത്യൻ തീമുകളായിരുന്നു എഴുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ വർക്ക്സുകൾ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് പോലും അഡ്മയർ ചെയ്തിരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഫ്യൂച്ചർ ജനറേഷനാവട്ടെ ഓൾഡ് ജനറേഷനാവട്ടെ എല്ലാവർക്കും അഡ്മയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് ത്വരിതത്തിൻ്റേത്. A unique voice. Thoridath's writing provided a crucial feminine perspective in a male-dominated literary landscape. Her poetry and prose explored themes that were relevant to Indian women, making her a pioneer in giving voice to women's experiences. Her talent earned critical praise in Europe, with figures like Edmund Gosse recognizing her extraordinary promise. നമുക്കറിയാം, നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ മെയിൽ വോയിസിനായിരുന്നു കൂടുതലും പ്രാധാന്യം നൽകിയിരുന്നത്. അപ്പോൾ ഫീമെയിലിനൊന്നും അത്രയ്ക്കും പ്രാധാന്യം നൽകിയിരുന്നില്ല, അവർക്ക് ഓപ്പർച്യൂണിറ്റീസും ലഭിച്ചിരുന്നില്ല. ഈ ഒരു സമയത്ത് ത്വരിതത്ത് വളരെയധികം ശക്തിയോട് കൂടിയിട്ടാണ് അവളുടെ വോയിസ് പുറത്തേക്ക് വന്നത്, അവളുടെ റൈറ്റിങ്സിൽ കൂടെ. അപ്പോൾ അതിൽ ഒരു അഡ്മയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ പേരാണ് എഡ്മണ്ട് ഗോസ് എന്ന് പറയുന്നത്. Literary contributions. Thoridath wrote novels in both French, Le Journal des Mademoiselles d'Advers,
and English Bianca, showcasing her literary breadth. Her translations of French poetry and original works such as A Sheaf Gleans in French Fields and Ancient Ballads and Legends of Hindustan brought Indian and Western literary traditions together. തൊഴുതത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സുകളാണ് ഫ്രഞ്ചിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വർക്ക്സുകൾ നോട്ട് ഡൗൺ ചെയ്യുക, അത് അണ്ടർലൈൻ ചെയ്യേണ്ടി വരും എക്സാമിന് എഴുതുമ്പോൾ. ഇമ്പോർട്ടൻ്റ് ആണ്, കാണാതെ പഠിക്കണം. A lasting legacy. Toridat's work alongside her family's literary efforts helped establish a foundation for Indian English literature. She influenced later icons like Sarojini Naidu and paved the way for future generations of Indian women writers. Her writings continue to be celebrated for its unique blend of Indian themes and Western forms. ഇന്ത്യയിലെ ഒത്തിരി റൈറ്റേഴ്സിനെ സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തിത്വമാണ് തൊഴുതത്തിൻ്റേത്. എസ്പെഷ്യലി സരോജിനി നായിഡു. സരോജിനി നായിഡുവിൻ്റെ പേര് നമുക്ക് എടുത്തെഴുതാവുന്നതാണ്. Finally, a pioneer in every sense, Toridat was not just an early Indian English woman writer. She was a fundamental figure whose talent, multilingualism, and literary output established a benchmark. Her work continued to inspire and influence Indian literature, making her a key pioneer of Indian women's writing in English. Despite her short life, Toridat left a lasting impact on Indian literature, and her legacy continues to be celebrated today. അപ്പോൾ തൊഴുതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെറുതെ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് വിമൻ റൈറ്റർ എന്ന് മാത്രം ഒതുക്കാൻ പറ്റുന്ന ഒരു ആളല്ല, മറിച്ച് ധാരാളം ടാലൻസ് ഉള്ള കുറേ അധികം ഭാഷകൾ അറിയുന്ന ഒരു വ്യക്തിയാണ് തൊഴുതത്ത്. കുറച്ച് വർഷങ്ങൾ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ, എങ്കിലും അതിനുള്ളിൽ തന്നെ ഒത്തിരി അധികം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. MEG10ൻ്റെ നെക്സ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏതെങ്കിലും ടോപ്പിക്ക് ഞാൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് മീ ബിലോ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. Okay, so we'll meet you with the next video. By then, take care and goodbye.